നമ്മുടെ ലൈഫിൽ പല അവസരങ്ങളും നമുക്ക് അറിയാൻ വൈകിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് മിസ്സായി പോയിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ആ ഒരു അവസരങ്ങൾ തന്നെ വീണ്ടും ഒന്നും കൂടെ നമ്മുടെ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ പിന്നെ നമ്മൾ ഒരിക്കലും അതിനെ മിസ്സാക്കി കളയരുതല്ലേ. ഏറ്റവും മാക്സിമം നന്നായിട്ട് തന്നെ അതിനെ യൂട്ടിലൈസ് ചെയ്യണം അല്ലേ. അപ്പൊ അതേപോലെ തന്നെയാണ് എൻ്റെ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ ആ ഒരു അവസാന നിമിഷത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ആയിരിക്കും അല്ലേ ഇത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫൈനൽ എക്സാം അടുത്ത് വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അധികം സമയം നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഇനി വളരെ കുറച്ച് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കില്ലേ, ആരെങ്കിലും ജസ്റ്റ് ഒരു സപ്പോർട്ടിന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കുറേ ചാപ്റ്റേഴ്സ് കുറേ പെൻഡിങ് കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ചില ചാപ്റ്റേഴ്സ് ഒന്നും തൊട്ടുപോലും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആദ്യം മുതൽ പറഞ്ഞു തരാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാറില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിന്റെ ഫാമിലി എൻ്റെ കുട്ടികളെല്ലാവർക്കും ഫുൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ റിവിഷൻ ബാച്ചിൽ നിങ്ങൾ ആരും ടെൻഷൻ ഒന്നും വിചാരിക്കേണ്ട. മിസ് റിവിഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ റിവിഷൻ അല്ലേ ചെയ്യുന്നത്, അതിന് ഓൾറെഡി പഠിച്ചെങ്കിൽ മാത്രമല്ലേ റിവിഷൻ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ റിവിഷൻ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നും പഠിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നന്നായി പഠിച്ച മക്കളാണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നതാണ് നമ്മുടെ റിവിഷൻ ബാച്ച്. മാത്രമല്ല നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കറിയാലോ, മുൻ വർഷത്തെ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്ലസ് വണ്ണിൽ പറയുമ്പോൾ. കാരണം നമുക്ക് മുൻ വർഷങ്ങൾ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടൊരു സെഷനും കൂടെ നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ചിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സസ് വളരെയധികം നമ്മൾ എപ്പോഴും വിചാരിക്കാണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിരുന്നു അല്ലേ. അതായത് എങ്ങനെയാണ് നമ്മുടെ റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുക? നമ്മുടെ നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക്, അതായത് നമ്മുടെ പ്ലസ് ടുവിന്റെ ബാച്ച് ആയിട്ടുള്ള ഉയരെ ബാച്ചിലേക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വർഷത്തെ റിവിഷൻ ബാച്ച് എൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിന്റെ ആക്ച്വലി ആ ഒരു ഓഫർ ടൈം എന്ന് പറയുന്നത് ബസ് അവസാനിച്ചു എന്നുള്ളത് പറഞ്ഞതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും പലർക്കും നമുക്കറിയാം സാലറീഡ് ആയിട്ടുള്ള പാരന്റ്സ് ഒക്കെയാണ്. അപ്പൊ അവർക്ക് സാലറി കിട്ടേണ്ട സമയമാവാനും അതേപോലെ തന്നെ കുറച്ച് അത്യാവശ്യം ലേറ്റ് ഒക്കെ ആവും അല്ലേ. ചിലപ്പോൾ ആ ഒരു ജനുവരി ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ പലർക്കും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പേ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. മാത്രമല്ല കുറേ പേരൊക്കെ അറിയാതെ പോയവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസിന്റെയും അതേപോലെ തന്നെ പാരന്റ്സും ഒത്തിരി പേരാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനർ ഓഫീസിലേക്ക് ആയാലും ഒത്തിരി പേരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള ആ ഒരു അവസരം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും നമ്മൾ മിസ്സാക്കരുതല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിവിഷൻ ബാച്ച് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, അതായത് ആ ഒരു ഓഫർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കാലത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഫെബ്രുവരി 5 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ആ ഫെബ്രുവരി 5 എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ വിചാരിക്കുകയാണ് മിസ് ഞങ്ങൾക്ക് ഫെബ്രുവരി 5 വരെ ഒന്നും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല, മാത്രമല്ല നമുക്കറിയാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് അവസാന നിമിഷത്തിലേക്ക് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ആദ്യം മുതൽ പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ക്ലാസ്സസ് കിട്ടി തുടങ്ങണം എന്നാണെന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സീറ്റ് ബുക്ക് ചെയ്തിടാനായിട്ട് സാധിക്കും. അതായത് ജസ്റ്റ് ഒരു 2000 rupees ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സീറ്റ് ബുക്ക് ചെയ്തിടാനായിട്ട് സാധിക്കും. ദെൻ ബാക്കി എമൗണ്ട് ഫെബ്രുവരി 5 ആകുമ്പോഴേക്കും എൻ്റെ കുട്ടികൾക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് എമൗണ്ട് പേ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിമിഷം പോലും പാഴാക്കാതെ വേഗം തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മിസ് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ മുൻവർഷത്തിലെ ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ ഈ ഒരു റിവിഷൻ ബാച്ച് കണ്ടിട്ടാണ് അവർക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ബാച്ചാണ്. അത് മിസ് അത്രയും പ്രോമിസ് തരികയാണ് നിങ്ങൾക്ക്. കാരണം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണും അതിനുശേഷം നമ്മുടെ പ്ലസ് ടുവും അടിപൊളിയായിട്ട് പഠിക്കണം, നമ്മുടെ എക്സാമിന്റെ ഫാമിലിയുടെ കൂടെ നമ്മുടെ ഇഷ്ടമുള്ള ടീച്ചേഴ്സിന്റെ കൂടെ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയണ്ട, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും വേഗം തന്നെ ഈ ഒരു അവസരം ഏറ്റവും നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്, നിങ്ങൾക്ക് ആ റിവിഷന്റെ ആവശ്യമുണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം എത്തി പഠിച്ചിട്ട് നമുക്ക് ആ ഒരു നമുക്കിപ്പോൾ നമ്മുടെ ആ ഒരു അവസ്ഥ നമുക്കറിയാലോ. ഇതുവരെ എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതേപോലെ ഇനിയും എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ കിടക്കുന്നത്, ഇതെല്ലാതും നമുക്കറിയാവുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങളിപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാതും ഒരുവിധം ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ, അതേപോലെ തന്നെ ഇനിയിപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാൻ കിടക്കുന്നുണ്ട് എന്ന് തുടങ്ങി നിങ്ങളുടെ എല്ലാ കമന്റ്സും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ആക്ച്വലി നിങ്ങൾ ആരെയും സങ്കടപ്പെടുത്താനല്ല, നമുക്ക് ജസ്റ്റ് മറ്റുള്ളവരുടെ കമന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആക്ച്വലി
ആക്ച്വലി കുറച്ചൊരു സമാധാനമൊക്കെ കിട്ടും അല്ലേ. ഓക്കെ, എന്നെ പോലെ എനിക്കും കൂട്ടിന് ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ കുറച്ചൊരു സമാധാനമൊക്കെ കിട്ടും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റു പലരൊക്കെ നമ്മളെക്കാളും നന്നായിട്ട് പഠിച്ചു തുടങ്ങി റിവിഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ടെൻഷനും വരും അല്ലേ. അപ്പൊ രണ്ടിനും നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും മാക്സിമം വേഗത്തിൽ തന്നെ ഈ ഒരു അവസരം വേഗം തന്നെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ വേഗം തന്നെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്.